അങ്ങനെ കുറേ നാളത്തെ ഒരു വലിയ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ വീടിൻ്റെ പണിയൊക്കെ മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ഒരു വീട്ടിലേക്ക് കയറി താമസിക്കാനും തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ M5 ചെറുക്കൻ കേസ് അവിടെ ഒരു രക്ഷയില്ലാത്ത ലുക്കിൽ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ അതുകൊണ്ട് ഇവിടെ സൈഡിലോട്ട് നോക്കുമ്പോൾ കേസ് നമ്മുടെ പൂന്തോട്ടവും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഞാൻ നമ്മുടെ ഒരു ചേച്ചിയെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വെളിയിലേക്ക് നോക്കുമ്പം ഇവിടെ ഒരു സെക്യൂരിറ്റി എന്ന് പറയാൻ പറ്റത്തില്ല. ഇന്നിവിടെ ഒരു പരിപാടി നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ സെറ്റ് ചെയ്തതാണ് കേട്ടോ. ഒരു പോലീസിനെയും കൂടെ വെച്ചിട്ടുണ്ട്. പോലീസ് ദാണ്ട് ഇവിടെ ഓപ്പോസിറ്റാണ് കേട്ടോ നിൽക്കുന്നത്. അത് കാര്യം ഇന്ന് കേസ് നമ്മുടെ കുറേ മച്ചാന്മാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ വന്നു കഴിയുമ്പം അത്യാവശ്യം നല്ല തിരക്കായിരിക്കും. അപ്പോൾ ആ ഒരു തിരക്കൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പോലീസിനെ വിളിച്ച് വരുത്തിയത്. പോലീസിനെ വിളിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു, എന്നാലും ഇരിക്കട്ടെ അല്ലേ. പിന്നെ അതുകൊണ്ട് ഇവിടെ പാർക്കിംഗ് എന്ന് പറഞ്ഞ് ഞാൻ എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ എല്ലാവരും കേസ് നമ്മുടെ വീട്ടിനകത്ത് കൊണ്ട് വണ്ടി അങ്ങ് പാർക്ക് ചെയ്യും. ഇതാകുമ്പോൾ ക്രിസിൻ്റെ വീടാണ്. അപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്യുവാണെങ്കിൽ വലിയ അലമ്പില്ലാത്ത രീതിയിൽ എല്ലാവർക്കും വീടുകളൊക്കെ കാണാനായിട്ട് പറ്റുന്നതാണ്. അപ്പം കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും കേസ് നമ്മുടെ പിള്ളേരെല്ലാം ഇങ്ങോട്ട് വരുന്നതായിരിക്കും. എൻ്റെ കാറും കൂടെ എന്തായാലും നമുക്ക് ക്രിസിൻ്റെ വീട്ടിലേക്ക് അങ്ങ് കൊണ്ടിട്ടേക്കാം. ഇവിടെ എൻ്റെ വണ്ടി കിടക്കുന്ന കണ്ട് കഴിയുമ്പോൾ കേസ് എല്ലാവരും ഇങ്ങോട്ട് വണ്ടി അങ്ങ് കൊണ്ട് കയറ്റുവേ. അപ്പോൾ ഇങ്ങോട്ട് വണ്ടി കൊണ്ട് കയറ്റുമ്പം ഇവിടെ എല്ലാവർക്കും മര്യാദയ്ക്ക് വീടൊന്നും കാണാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് നേരെ അങ്ങോട്ടങ്ങ് വണ്ടി കൊണ്ട് കയറ്റിയേക്കാം. ഈ ഒരു M5 നമ്മുടെ വീട്ടിലേക്ക് കയറ്റാനായിട്ട് കുറച്ച് പാടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് കുറവാണല്ലോ വണ്ടി. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എന്തായാലും ഞാൻ വണ്ടി അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മച്ചാന്മാരൊക്കെ ഇപ്പോൾ എത്തും. അങ്ങനെ കുറച്ച് നേരം കൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ മച്ചാന്മാരെല്ലാം ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ദേണ്ട ഒരു ഡോഡ്ജ് അർജൻറ്റീനയുടെ തീമിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. വേൾഡ് കപ്പൊക്കെ കഴിഞ്ഞു, എന്നാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ തന്നെ ഇവിടെ ഒരു M5 വന്നിട്ടുണ്ട്. പിന്നെ കേസ് ക്രിസ് വരുന്നുണ്ട്. ക്രിസ് അവനിപ്പോൾ സിറ്റി വണ്ടി കിടക്കുന്നേ ഉള്ളൂ കേട്ടോ. അവിടുന്ന് വണ്ടി ഓടിച്ച് ഇങ്ങ് വരെ വരണം. ക്രിസ് മാത്രമല്ല, കുറേ മച്ചാന്മാരൊക്കെ സിറ്റി വണ്ടി കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ അവരെല്ലാം കൂടെ വരുമ്പോഴത്തേക്കിനും ഒരു സമയമാകും. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ലല്ലോ. ക്രിസിനാണെങ്കിൽ എന്താണ്ട് ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് എങ്ങാണ്ട് അവൻ സിറ്റി വണ്ടി പോയേക്കുവാണ്. അപ്പോൾ അവൻ്റെ വീടിൻ്റെ പണി മൊത്തത്തിൽ കഴിഞ്ഞിട്ടില്ല, എന്നാലും അവന് കയറി താമസിക്കാനുള്ള പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനെന്തായാലും ഇനി ഇവിടെ ആയിരിക്കും താമസിക്കുന്നത്. മറ്റേ വീട് മാറിയിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ എല്ലാവരും നല്ല വെറൈറ്റി കാറിലൊക്കെയാണ് വന്നിട്ടുള്ളത്. അതെന്തായാലും പൊളിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും മര്യാദയ്ക്ക് കേസ് അതിൻ്റെ അകത്ത് കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് വണ്ടി, എൻ്റെ വീട്ടിനകത്ത് വണ്ടി പാർക്ക് ചെയ്യുകയാണെങ്കിൽ പോലീസ് സീനുണ്ടാക്കും കേട്ടോ. ഏകദേശം 20 വണ്ടികളോളം ഇവിടെ വരുമെന്നാണ് നമുക്കിപ്പോൾ അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ 20 വണ്ടികൾ ഇവിടെ കിടക്കുമോ എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് അപ്പുറത്തൊക്കെ കേസ് സ്ഥലമുണ്ട്. അപ്പോൾ വണ്ടി അങ്ങോട്ട് കൊണ്ടിടുവാണെങ്കിൽ ആ ഒരു ഫ്രണ്ടിലോട്ട് കണ്ടോ, എന്താണ്ട് ഇവിടെയൊക്കെ സ്ഥലം കിടപ്പുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് കൊണ്ട് വണ്ടി ഇടുവാണെങ്കിൽ അത്യാവശ്യം 20 വണ്ടി സുഖമായിട്ട് കിടക്കും. ബ്രോ, ഇത് നമ്മുടെ ക്രിസിന്റെ വീടല്ലേ? ക്രിസിനെ എന്നിട്ട് കാണുന്നില്ലല്ലോ. ഏടാ ക്രിസ് വരുവാടാ. ക്രിസ് വരാണ്ട് എന്ത് പരിപാടി, നീ എന്തി പറയണേ? അവനിപ്പോൾ സിറ്റി വണ്ടി കിടക്കുക, കുറച്ച് കഴിയുമ്പോഴത്തേനും വരും. റേസാണ്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ തന്നെ ബസ്സൊക്കെ വന്നിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. ടെറൈൻ എന്നൊക്കെ പറഞ്ഞാണ് വണ്ടിയുടെ ബാക്കിൽ എഴുതിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല വർക്കൊക്കെ ചെയ്ത വണ്ടിയാണ് കേട്ടോ. ഈ ഒരു വണ്ടി എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതെന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു ബസ്സൊന്നും കൊണ്ടുവരുമെന്ന് കേസ് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. ബസ് പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലമൊന്നും നമ്മൾ സെറ്റ് ചെയ്തിട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അപ്പുറത്ത് വേറെ ബസ്, 2 ബസ്സൊക്കെയാണ് കേസ് വന്നിട്ടുള്ളത്. നമ്മുടെ പരിപാടി മൊത്തത്തിൽ ഗ്രാൻഡായെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ ഒരു വൈറ്റ് ബസ് എങ്ങോട്ടാണ് ഈ ഒരു റിവേഴ്സ് എടുത്തുകൊണ്ട് വരുന്നതെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ ആ ഒരു പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടിടാനായിട്ടാണോ എന്ന്. അതിൻ്റെ അകത്ത് എങ്ങനെ കൊണ്ട് പാർക്ക് ചെയ്യാന്? എല്ലാവരും കൂടെ ഒന്ന് വന്നിട്ട് കേസ് ഞാൻ അകത്തേക്ക് കയറാനായിട്ടാണ് ഇരിക്കുന്നത്. ക്രിസ് എവിടെ, ക്രിസ് എവിടെ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ക്രിസിനെ കാണാനായിട്ടാണ് കേട്ടോ ആൾക്കാർ മൊത്തം വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ക്രിസിന്റെ ഫാൻസ് ആണ് കേസ് ഇവിടെ മൊത്തം. ഏതാ വൈബ്! ഈ വൈറ്റ് ബസ് ആണെങ്കിൽ കുറെ നേരമായി അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാനായിട്ട് തുടങ്ങിയിട്ട് ഇതുവരെ മച്ചാൻ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല. പിന്നെ കേസ് തേണ്ടി ഒരു മാപ്പ് എടുത്ത് നോക്കുമ്പോൾ ഈ ഒരു വയലറ്റ് കാണുന്നതാണ് നമ്മുടെ ക്രിസിന്റെ വണ്ടി. പക്ഷേ കേസ് അത് അവിടെ നിന്ന് അനങ്ങുന്നില്ല കേട്ടോ. അവിടെ എന്തോ സീൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അവനിപ്പം കറൻ്റ് ഇതേണ്ട ഒരു ഹൈവേയിലാണ് കിടക്കുന്നത്. ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഞാൻ അവനെ ഇപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആകെ മൊത്തത്തിലൊന്ന് സീനായിട്ടിരിക്കുകയാണ്. അവൻ്റെ വണ്ടിക്ക് കേസ് എന്തോ പെട്ടെന്നൊരു കംപ്ലൈൻറ്റ് വന്നു കേട്ടോ. വണ്ടിയാണെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങാതെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വിളിക്കാൻ വരാമെന്ന് പറഞ്ഞു. പക്ഷേ കേസ് ഇവിടെ ഇവരെല്ലാം വന്നേക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിയുവാണെങ്കിൽ അത് ശരിയാകത്തില്ലല്ലോ. അപ്പോൾ അവൻ വരണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഇവിടുന്ന് ആരെങ്കിലും ഒന്ന് വിടാനായിട്ട് നോക്കട്ടെ. ഞാനാണെങ്കിൽ എനിക്ക് പരിചയമുള്ളൊരു മച്ചാനെ അവനെ പിക്ക് ചെയ്യാനായിട്ട് അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. ആ ഒരു മച്ചാനാണെങ്കിൽ അത്യാവശ്യം മെക്കാനിക്ക് പരിപാടിയൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ശരിയാക്കിക്കോളും. നമുക്ക് എന്തെങ്കിലും കേസ് വീടങ്ങ് കയറി കണ്ടേക്കാം. എല്ലാവരും കുറേ നേരമായി പുറത്തൊക്കെ വന്ന് നിൽക്കുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ കാണിച്ചപ്പോൾ നമ്മുടെ ഈ ഒരു കിച്ചണിൽ കേസ് കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ലായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാനിപ്പോൾ എന്തായാലും സെറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീട് ഇഷ്ടപ്പെട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്തായാലും നിങ്ങളെ വീടെല്ലാം മൊത്തത്തിൽ കാണിച്ചെന്നാണല്ലോ, അപ്പോൾ ഇനിയും കാണിച്ചു തരണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും മേളിലേക്ക് കയറിയൊക്കെ ഏതൊരു മച്ചൻ എന്താണ്ട് കിരീടമൊക്കെ വെച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കൊച്ചി രാജ്യത്തിലെ രാജാവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതേണ്ട നമ്മുടെ ഗാരേജ് നോക്കുവാണെങ്കിൽ ഇവിടെ വേറെ വണ്ടികളൊന്നും നമുക്ക് കറൻ്റ് കാണാനായിട്ട് പറ്റുന്നില്ല. കാരണം നമ്മുടെ കോമ്പൗണ്ടിലേക്ക് വേറെ വണ്ടികളൊന്നും കയറ്റിയിട്ടില്ലല്ലോ. കയറ്റിയിരുന്നെങ്കിൽ ഇവിടെ എല്ലാം വണ്ടികളായിരുന്നു. അപ്പോൾ അതേ എല്ലാവരും റൂമൊക്കെ കയറി കാണുന്നുണ്ട്. നമ്മുടെ ഇവിടെ ഈ ഒരു വീട്ടിൽ 2 റൂമിൻ്റെ മാത്രം പണി കഴിഞ്ഞിട്ടില്ല. ഇത് തേണ്ട എൻ്റെ റൂമാണ് കേട്ടോ. ഇതൊന്നും തുറക്കാൻ പറ്റാത്തേ. ഓക്കെ കേസ് എന്തായാലും തുറന്നിട്ടുണ്ട്. അപ്പോൾ അതെ ഇതാണ് എൻ്റെ റൂം. അങ്ങനെ വലിയ സെറ്റപ്പൊന്നും ഇല്ല, ഒരു നോർമൽ വീടാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള സെറ്റപ്പൊക്കെ ഞാൻ തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചെന്നാണ്. അപ്പം വീണ്ടും കാണിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ എനിക്ക് മസ്റ്റായിട്ടൊരു തിയേറ്റർ വേണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ടില്ല. കംപ്ലീറ്റ് ആകുമ്പം നല്ല രസമായിരിക്കും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ പണി എന്തായാലും നമ്മൾ ഉടനെ തന്നെ കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും. പിന്നെ താഴെ ഒരു റൂമുണ്ട്, അത് എനിക്കൊരു സ്റ്റുഡിയോ ആക്കണമെന്നാണ് ആഗ്രഹം. അപ്പോൾ അത് കുറച്ച് ടൈം എടുക്കും കേട്ടോ അതിൻ്റെ പണി കഴിയാനായിട്ട്. അതാണ് ഞാനിങ്ങനെ ലാഗ് അടുപ്പിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വീട്ടിൽ വരുന്ന സംഭവങ്ങൾ. അപ്പോൾ ഇനി വേണമെങ്കിൽ ബാക്കിലോട്ട് നമുക്ക് പോകാവുന്നതാണ്. അതുകൊണ്ട് ഒരു അറബിയൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ മോനെ ഗൈസ്, ദുബായിൽ നിന്ന് അറബിയൊക്കെയാണ് ഗൈസ് എൻ്റെ വീട് കാണാനായിട്ട് വന്നിട്ടുള്ളത്. എൻ്റെ റേഞ്ച് ഏതാ നിങ്ങളൊന്ന് ആലോചിച്ച്. അല്ല നമ്മുടെ ക്രിസ് എന്തിയാ, കുറേ നേരമായി അവൻ ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട്, പക്ഷേ അവൻ്റെ പൊടി പോലും കാണാനായിട്ടില്ല. എന്തായാലും അവൻ ഇപ്പോഴൊന്നും വരത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമുക്ക് നേരെ ബാക്കിലോട്ടും കൂടെ അങ്ങ് പോയേക്കാം. അച്ഛന്മാരെ വാ, ബാക്കിലും കൂടെ കാണണ്ടേ. ബാക്കിലോട്ട് നോക്കുമ്പോൾ കേസ് ഇവിടെ ഒരു വണ്ടികളും കിടപ്പില്ല. ഇനി ഇവിടെ എൻ്റെ വണ്ടികളെല്ലാം കൊണ്ടിടണം കേട്ടോ. ഏതൊരു വണ്ടിഭ്രാന്തൻ്റെ ഒരു ഡ്രീം ഗാരേജാണ് നിങ്ങളിപ്പം കാണുന്നത്. എൻ്റെ മോനെ ഏതാ വൈബ്. എനിക്കെന്തായാലും കേസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. അതുകൊണ്ട് മെസ്സിയൊക്കെ റൊണാൾഡോയുടെ സെലിബ്രേഷനൊക്കെ ഇടുന്നു. ഏതാ വൈബ്. ഇവർക്ക് ഞാനിവിടെ ഫുഡോ കാര്യങ്ങളോ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. കുഴപ്പമില്ല കേസ്, പുറത്തോട്ട് പോയി നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാവേ. എന്തായാലും ക്രിസ് ഒന്ന് വന്നിട്ട് വേണം. അവൻ ഇതുവരെ ഈ ഒരു വീട് കണ്ടിട്ട് പോലും ഇല്ല കേസ്. നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ടിൽ ഏതോ ഒരു സിവിക്ക് കയറ്റിയിട്ടുണ്ട്. അവനിവിടെ ബേൺ ഔട്ട് ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. മച്ചാനെ പുതിയ ടൈലൊക്കെയാണ്, നീ ബേൺ ഔട്ട് ചെയ്ത് കുളവാക്കല്ലേ. ക്രിസ് ആണെങ്കിൽ കേസ് നമ്മുടെ സിറ്റി 2ലേക്ക് കയറിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മുടെ മച്ചന്മാരെല്ലാം ക്രിസിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് കേട്ടോ. ഏതാ ക്രിസ് ഫാൻസിനെ നിങ്ങൾ കണ്ടോ? ഇഷ്ടംപോലെ ആൾക്കാരാണ് ക്രിസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. എൻ്റെ പൊന്നോ കേസ്, അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ക്രിസ് തേണ്ട ഇവിടെ എത്തിയിരിക്കുകയാണ്. അവൻ്റെ വണ്ടിക്ക് ഒരു കുഴപ്പമില്ലല്ലോ. ഓക്കെ, ആ ഒരു മെക്കാനിക്ക് മച്ചാൻ ശരിയാക്കിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല ഒരു മിനിറ്റ്, ഈ ഒരു വണ്ടിക്കകത്ത് നമ്മുടെ ക്രിസ് ഇല്ലല്ലോ. ഇത് മറ്റേ ഒരു മെക്കാനിക്ക് മച്ചാനല്ലേ? അപ്പം ക്രിസ് ഏത് വണ്ടിക്കാണ് വരുന്നത്? അവൻ്റെ ക്രിസിൻ്റെ വണ്ടി എടുത്തുകൊണ്ട് ബാക്കിലോട്ടൊക്കെ പോകുന്നുണ്ട്. എന്താണോ ഉദ്ദേശിക്കുന്നത്? ക്രിസിനെ കാണുന്നുമില്ല. ഓ ദേണ്ട കേസ്, ക്രിസ് അവൻ്റെ കാറിൽ വന്നു കേട്ടോ. എടാ മര്യാദക്ക് വണ്ടി ഇടറാ. എന്റെ പൊന്നവനെ ഒന്നും പറയണ്ട, ആകെ പെട്ട അവസ്ഥയാണ്. നീ എന്നാ പരിപാടി കാണിച്ചത്? നിനക്ക് വേണ്ടി ഇവിടെ എത്ര നേരമായിട്ട് ആൾക്കാർ വെയിറ്റ് ചെയ്യാന്നറിയോ? ഓ എന്താ പറയാനാ, ഞാനിങ്ങനെ വണ്ടി ഓടിച്ചോണ്ട് വന്നപ്പോഴത്തേനും പെട്ടെന്ന് അങ്ങ് നിന്നുപോയി. പിന്നെ വണ്ടി അങ്ങോട്ട് സ്റ്റാർട്ടാകുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നില്ല. പിന്നെ ഈ ഒരു മച്ചാൻ വന്നിട്ടാ വണ്ടി ശരിയാക്കി തന്നെ. ഞാൻ നേരെ ആളിനെ വിട്ടില്ലായിരുന്നെങ്കിൽ നിനക്ക് ഇപ്പോഴെങ്ങാനും വണ്ടി ശരിയാക്കി കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. എവിടെന്ന്? ഞാൻ പിന്നെ വല്ല ബസ്സും പിടിച്ച് വരേണ്ടി വന്നേ. അതാണ് ഞാൻ, കൂട്ടുകാരൻ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയാൽ ഞാൻ പെട്ടെന്ന് അതങ്ങ് ക്ലിയർ ചെയ്യും. പിന്നെ അല്ല, നീ പൊളിയല്ലേ മച്ചാനെ. ഇവിടെ ഭയങ്കര അടിപൊളി പരിപാടിയൊക്കെ ആണല്ലോ നടക്കുന്നത്. കുറെ വണ്ടികളൊക്കെ വന്നിട്ടുണ്ടല്ലോ. അതൊക്കെ അത്രേ ഉള്ളൂ. നമ്മളെന്തെങ്കിലും പരിപാടി സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഗ്രാൻഡ് ആയിട്ടല്ലേ സെറ്റ് ചെയ്യത്തുള്ളൂ. ഓ ഈ വീടന്ന് ഞാൻ പണി തുടങ്ങിയ സമയത്ത് കണ്ടത്, പിന്നെ ഞാൻ കണ്ടേ ഇല്ല. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നീ വേറെ ലെവലാക്കിയല്ലോ വീട്. എനിക്കങ്ങനെ വലിയ വീടൊന്നും വേണമെന്നില്ലായിരുന്നോ, ചെറിയൊരു വീട് വേണമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വലിയ കാറുകളൊക്കെ ഇടാൻ പറ്റിയൊരു പോർച്ചും വേണമായിരുന്നു. വലിയ പോർച്ചോ? ഇവിടെ ആകെ 2 വണ്ടിയല്ലേ ഇടാൻ പറ്റത്തുള്ളൂ. ഇതാണോ നിന്റെ വലിയ? ഓഹോ, അപ്പൊ നീ എന്റെ ഹോം അപ്ഡേറ്റ്സ് വീഡിയോസ് ഒന്നും കാണാറില്ലല്ലേ? അത് പിന്നെ നീ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നല്ലേ ഹോമിനെ പറ്റി. ഞാൻ ബിസി ആയിപ്പോയില്ല, അതുകൊണ്ട് കാണാൻ പറ്റിയില്ല. എന്തായാലും നീ പോയി വീട് കാണ്. ഞാൻ എന്തായാലും വീഡിയോക്കകത്ത് കുറെ പ്രാവശ്യം വീട് മൊത്തം കാണിച്ചത്. ഇനിയും കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ബോറ്. മോനെ ഇന്റീരിയർ ഒക്കെ കൊള്ളാമല്ലോ, വേറെ ലെവൽ. ഏതാ സോഫയിലൊക്കെ കയറുന്നത്? ഇറങ്ങണ പുതിയ വീടാ, അവൻ സോഫയിൽ കയറും. ഇപ്പം ക്രിസ് വന്നപ്പോഴത്തേക്കിന് എല്ലാവരും കൂട്ടത്തോടാണ് കേട്ടോ വീട് കാണാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. എൻ്റെ പോലെ മുമ്പ് ഇത്ര ആൾക്കാരില്ലായിരുന്നല്ലോ. എൻ്റെ അളിയാ, നീ വീടിന്റെ പുറകിൽ ഇത്ര വലിയൊരു കാർ പോർച്ച് ഉണ്ടാക്കിയോ?
ഇവിടെ അതിനുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നല്ലേ. നീ വേറെ ലെവലാണ് കേട്ടോ. ബ്രോ ഒട്ടും സ്ഥലമില്ലെങ്കിൽ ഞാൻ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കും. അതാണ് ക്രിയേറ്റീവ് മൈൻഡ്. A few hours later. അങ്ങനെ കുറെ നേരത്തിന് ശേഷം എൻ്റെ കാർ ഞാൻ തന്നെ എൻ്റെ വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറ്റിയിരിക്കുകയാണ്. എല്ലാവരോടും ഞാൻ വണ്ടി ഇങ്ങോട്ട് കൊണ്ട് കയറ്റാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിർത്തി നമുക്ക് കുറച്ച് അടിപൊളി ഫോട്ടോസ് എടുക്കാമല്ലോ, അതിന് വേണ്ടിയാണ്. അപ്പോൾ എല്ലാവരും രണ്ട് പെതിയെ വണ്ടി ഇങ്ങോട്ട് കയറ്റുന്നുണ്ട്. എല്ലാവരും അങ്ങോട്ട് കയറ്റട്ടെ. എൻ്റെ മോനെ കേസ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ വേറെ ലെവലിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ വേണ്ട ഒരു മച്ചാനൊക്കെ ഒരു രക്ഷയില്ലാത്ത പോസിഡിയിലൊക്കെയാണ് കേട്ടോ. ഏതാ വൈബ്. ഇതേ ഒരുത്തം വണ്ടിയുടെ മണ്ടയ്ക്കൊക്കെ കയറിയിരിക്കുകയാണ് അപ്പുറത്ത്. എൻ്റെ മോനെ ഗൈസ് പോസ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ കേട്ടോ, ഒന്നും പറയാനായിട്ടില്ല. A few moments later. ഇനി ഇവർക്ക് എന്തെങ്കിലും ഫുഡ് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ഗൈസ് ഞാൻ വേണ്ട ഡോണറ്റിലേക്ക് പോവാണ്. നമുക്കാണെങ്കിൽ വീട്ടിലേക്ക് ഗൈസ് ഫുഡൊന്നും വാങ്ങിക്കാനായിട്ടുള്ള സമയം കിട്ടിയില്ല. അതുകൊണ്ട് എല്ലാവരെയും വിളിച്ച് ഡോണറ്റിലേക്ക് പോയിട്ട് അവർക്ക് ഇഷ്ടമുള്ള വാങ്ങിച്ച് കഴിച്ചോളാം അങ്ങ് പറഞ്ഞേക്കാവേ. അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ ഡോണറ്റിൽ വേറെ തിരക്കുകളൊന്നും കാണാനായിട്ട് പറ്റുന്നില്ല. അപ്പം നമുക്ക് എന്തായാലും സീറ്റൊക്കെ കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്നിങ്ങോട്ട് എത്തട്ടെ. അപ്പോൾ ഞങ്ങളിവിടെ എത്തി. ഓരോരുത്തരും അവരുടേതായിട്ടുള്ള സീറ്റുകളൊക്കെ പിടിച്ച് ഫുഡടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കുറേ ആൾക്കാരൊക്കെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു കേസ് എന്ത് വേണേലും വാങ്ങിച്ച് കഴിച്ചോളാം എന്ന്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ രണ്ടുപേര് ഒടുക്കത്തെ ഫുഡടിയാണ് കേട്ടോ. എന്തായാലും അവർ കഴിക്കട്ടെ, അവരെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. പിന്നെ തന്നെ എൻ്റെ മോനെ കേസ് ഒരു പട പോലെ ആൾക്കാരാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത്. അപ്പം ഞാനും എന്തായാലും പോയി ഫുഡ് കഴിക്കട്ടെ. A few hours later. അങ്ങനെ എല്ലാവരും കേസ് തിരിച്ചു പോയിരിക്കുകയാണ്. എന്തായാലും നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. എല്ലാവരും വന്ന് വൈബായിരുന്നു. ഇപ്പം വീട്ടിലേക്ക് നോക്കുമ്പോൾ ആരുമില്ല, ഫുൾ സൈലൻ്റ് ആണ്. എന്തായാലും ഇടയ്ക്കൊക്കെ കേസ് നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങ്. വീട് കാണാത്തവർക്കൊക്കെ വന്ന് കാണാം കേട്ടോ. ഏത് സമയവും എൻ്റെ വീട് ഓപ്പൺ ആയിരിക്കും. എന്തായാലും സമയം ഇപ്പം വൈകുന്നേരം ആയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ രാത്രിയിൽ നേരെ സിറ്റി വണ്ണിലേക്ക് പോകണം. അവിടെ കുറച്ച് പരിപാടികളുണ്ട്, അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം ഇതിലും അടിപൊളി ഒരു കിടുക്കാച്ച് വീഡിയോ ആയിട്ട് കാണാം. സോ ബൈ ഗൈസ്.